ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2025 ലോഗോസ് ക്യൂസിനായി തയ്യാറെടുക്കുന്നവർക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം, ശക്തനായ സേനാനിയായിരുന്ന ഗിലെയാദുകാരൻ? ഉത്തരം ജഫ്ത. വേശ്യാപുത്രനായിരുന്ന ജഫ്ത ഏതു ദേശക്കാരനായിരുന്നു? ഗിലെയാദ്. ജഫ്തായുടെ പിതാവ്? ഉത്തരം ഗിലെയാദ്. ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല എന്ന് ജഫ്തായോട് പറഞ്ഞതാര്? ഉത്തരം ജഫ്തായുടെ പിതാവിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ. ജഫ്തായുടെ പിതാവായ ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ വളർന്നപ്പോൾ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞതെന്ത്? ഉത്തരം ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല എന്ന് ഗിലെയാദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ജഫ്തായോട് പറഞ്ഞതിനു കാരണം? ഉത്തരം നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. ഗിലെയാദിൻ്റെ സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ പുറന്തള്ളിയപ്പോൾ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ജഫ്ത എവിടെ ചെന്നാണ് താമസിച്ചത്? ഉത്തരം തോബിൽ. ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്തു നടന്നിരുന്നതാര്? ഒരു നീചസംഘം. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ജഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാര്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ആരെ കൂട്ടിക്കൊണ്ടുവരാനാണ് തോബ് ദേശത്തേക്ക് പോയത്? ജഫ്തായെ. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ തോബ് ദേശത്ത് നിന്ന് ജഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതെപ്പോൾ? ഉത്തരം അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ ഏതു ദേശത്തേക്കാണ് പോയത്? ഉത്തരം തോബ്. ആര് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോഴാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ തോബ് ദേശത്തേക്ക് പോയത്? അമ്മോന്യർ. അമ്മോന്യർ ആർക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോഴാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത്? ഇസ്രായേലിനെതിരെ. അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ജഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞതെന്ത്? അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്ന് ജഫ്ത ചോദിച്ചത് ആരോട്? ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട്. നിങ്ങൾ എന്നെ വെറുക്കുകയും എവിടെ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ എന്നാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ജഫ്ത ചോദിച്ചത്. ഉത്തരം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന്. നീ ഞങ്ങളോട് കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും മറ്റെന്തിനു വേണ്ടിയുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നാണ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞത്. ഉത്തരം ഗിലെയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും. അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും ആര് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകുമെന്നാണ് ജഫ്ത പറഞ്ഞത്. കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും. എവിടെ? കർത്താവിൻ്റെ മുമ്പിൽ വച്ചാണ് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത്? മിസ്പായിൽ. മിസ്പായിൽ ആരുടെ മുമ്പിൽ വെച്ചാണ് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത്? കർത്താവിൻ്റെ മുമ്പിൽ വച്ച്. എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം എന്ന് ദൂതന്മാരെ അയച്ച ജഫ്ത ആരോടാണ് ചോദിച്ചത്? ഉത്തരം അമ്മോന്യ രാജാവിനോട്. ജഫ്ത ആരെ അയച്ചാണ് അമ്മോന്യ രാജാവിനോട് എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധമെന്ന് ചോദിച്ചത്? ഉത്തരം ദൂതന്മാരെ അയച്ച്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എവിടെ മുതൽ എവിടെ വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി എന്നാണ് അമ്മോന്യ രാജാവ് പറഞ്ഞത്? ഉത്തരം അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം. ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയ എൻ്റെ സ്ഥലം ഇപ്പോൾ എങ്ങനെ എനിക്ക് തിരികെ കിട്ടണമെന്നാണ് അമ്മോന്യ രാജാവ് പറഞ്ഞത്? യുദ്ധം കൂടാതെ. എന്താണ് യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണമെന്ന് അമ്മോന്യ രാജാവ് ജഫ്തായോട് പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ കൈവശപ്പെടുത്തിയ എൻ്റെ സ്ഥലം. ഇസ്രായേൽ ആരുടെയെല്ലാം ദേശം
കൈയടക്കിയിട്ടില്ല എന്നാണ് ജെഫ്ത ദൂതന്മാരെ അയച്ച അമ്മോന്യ രാജാവിനെ അറിയിച്ചത്. ഉത്തരം മോവാബ്യരുടെയോ അമ്മോന്യരുടെയോ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വരും വഴി എവിടെ കൂടിയാണ് ചെങ്കടൽ വരെ എത്തിയത്? ഉത്തരം മരുഭൂമിയിൽ കൂടി. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വരും വഴി ഏദോം രാജാവിനോടും മോവാബ് രാജാവിനോടും അപേക്ഷിച്ചത് എന്ത്? ഉത്തരം ദേശത്തിലൂടെ കടന്നുപോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വരും വഴി ഏതെല്ലാം രാജാക്കന്മാരോടാണ് ദേശത്തിലൂടെ കടന്നുപോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചത്? ഉത്തരം ഏദോം രാജാവിനോടും മോവാബ് രാജാവിനോടും. ഹെഷ്ബോണിലെ അമോര്യ രാജാവായ ആരുടെ അടുത്താണ് നിങ്ങളുടെ ദേശത്തൂടെ കടന്നുപോകാൻ അനുവദിക്കണം എന്ന് ഇസ്രായേൽ അപേക്ഷിച്ചത്? ഉത്തരം സീഹോൻ്റെ. തൻ്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസമില്ലാതിരുന്നതാർക്ക്? ഉത്തരം സീഹോന്. സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി എവിടെ താവളമടിച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത്? ഉത്തരം യാഹാസിൽ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്? ഉത്തരം ഇസ്രായേൽക്കാരുടെ. അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള ആരുടെ ദേശം മുഴുവനാണ് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത്? ഉത്തരം അമ്മോര്യരുടെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ? ആര് ആരോട് ചോദിച്ചു? ഉത്തരം ജെഫ്ത അമ്മോന്യ രാജാവിനോട്. നിന്റെ ദൈവമായ ആര് നിനക്ക് തരുന്നത് നീ കൈവശം വയ്ക്കുന്നില്ലേ എന്നാണ് അമ്മോന്യ രാജാവിനോട് ജെഫ്ത ചോദിച്ചത്. ഉത്തരം കെമോഷ്. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ. ഉത്തരം ബാലാക്ക്. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ എന്ന് ജെഫ്ത ചോദിച്ചത് ആരോട്? ഉത്തരം അമ്മോന്യ രാജാവിനോട്. ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും എത്ര വർഷം താമസിച്ചിരുന്നു? ഉത്തരം 300 വർഷം. ആര് ഇസ്രായേല്യർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നാണ് അമ്മോന്യ രാജാവിനുള്ള ജെഫ്തയുടെ സന്ദേശത്തിൽ പറഞ്ഞത്? ഉത്തരം ന്യായാധിപനായ കർത്താവ്. കർത്താവ് അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്തു ചെയ്യാമെന്നാണ് ജെഫ്ത നേർച്ച നേർന്നത്? ഉത്തരം ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എതിരേൽക്കാൻ പടിവാതിൽക്കൽ ആദ്യം വരുന്നവനെ എന്തു ചെയ്യാമെന്നാണ് ജെഫ്ത നേർച്ച നേർന്നത്? ഉത്തരം ദഹനബലിയായി അവിടത്തേക്ക് സമർപ്പിക്കും. അരോവർ മുതൽ മിന്നിത്തിനു സമീപം വരെയും ആബേൽ കെരാമിം വരെയും എത്ര പട്ടണങ്ങളിൽ ജെഫ്ത അമ്മോന്യരെ വകവരുത്തി? 20 പട്ടണങ്ങളിൽ. എവിടെയായിരുന്നു ജെഫ്തയുടെ ഭവനം? ഉത്തരം മിസ്പായിൽ. ജെഫ്ത മിസ്പായിലേക്കുള്ള തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവനെ എതിരേൽക്കാൻ തപ്പുകൊട്ടി നൃത്തം വെച്ച് വന്നതാര്? ഉത്തരം മകൾ. അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്കുകൊടുത്തുപോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. ആര് പറഞ്ഞു? ഉത്തരം ജെഫ്ത. പിതാവേ, അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക എന്ന് ജെഫ്തയുടെ മകൾ പറഞ്ഞതെപ്പോൾ? ഉത്തരം ജെഫ്ത തൻ്റെ നേർച്ചയെക്കുറിച്ച് മകളോട് പറഞ്ഞപ്പോൾ. ജെഫ്തയുടെ മകൾ ഒരു കാര്യം എനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞതിന് ശേഷം പിതാവിനോട് ആവശ്യപ്പെട്ടതെന്ത്? ഉത്തരം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം. ജെഫ്തയുടെ മകൾ എവിടെ പോയി തൻ്റെ കന്യാത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണമെന്നാണ് പറഞ്ഞത്? ഉത്തരം പർവ്വതങ്ങളിൽ. ജെഫ്തയുടെ മകൾ പിതാവിനോട് ആരോടൊപ്പം പർവ്വതങ്ങളിൽ പോയി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണമെന്നാണ് പറഞ്ഞത്? ഉത്തരം സഖിമാരോടൊത്ത്. സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി എത്ര നാളേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണമെന്നാണ് ജെഫ്തയുടെ പുത്രി പറഞ്ഞത്? ഉത്തരം 2 മാസത്തേക്ക്.
ജെഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസം കരയാൻ പോകുക പതിവായി തീർന്നു? ഉത്തരം 4 ദിവസം. ജെഫ്തായുടെ പുത്രിയെ ഓർത്ത് ആരാണ് വർഷം തോറും 4 ദിവസം കരയാൻ പോകുക പതിവായി തീർന്നത്? ഉത്തരം ഇസ്രായേൽ പുത്രിമാർ. ആരെ ഓർത്താണ് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും 4 ദിവസം കരയാൻ പോകുക പതിവായി തീർന്നത്? ഉത്തരം ജെഫ്തായുടെ പുത്രിയെ ഓർത്ത്.